UPSC exam is not all about intelligence. Yeah. Why do toppers look so smart? UPSC exam is നമുക്കറിയാം UPSC എന്ന് പറയുന്നത് ആക്ച്വലി ഐ സ്ട്രോങ്ലി ബിലീവ് ഇന്റലിജൻസിനേക്കാൾ ഉപരി ഒരു ഡിസിപ്ലിൻ ഡിമാൻഡ് ചെയ്യുന്ന എക്സാം ആണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ഓർ ദ ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കൺട്രോൾ, ദോസ് എലമെന്റ്സ് ബിൽഡ് യുവർ ഇന്റലിജൻസ്. അപ്പോൾ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഐ മീൻ they study everything, they learn everything, and they overdo everything. Now the problem is that they couldn't recall what they learned in the exam hall. Now നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഒരു ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്, അയാൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് അത് എഴുതി പ്രാക്ടീസ് ചെയ്ത് എക്സാം ഹാളിലേക്ക് വരുന്നു. ഫോർ എക്സാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഹൈലി ഇന്റലിജന്റ് എന്ന് നമ്മൾ പറയുന്ന സോക്കോൾഡ് ഇന്റലിജന്റ് സ്റ്റുഡൻസ് ചിലപ്പോൾ സംഭവിക്കുന്നത്, അയാൾ ഒരുപാട് റെഫറൻസ് ബുക്സ് വായിക്കുന്നു, ക്ലാസ് നോട്ട്സ്, കോച്ചിങ് നോട്ട്സ്, ലക്ഷ്മികാന്ത്, DD ബസു, എല്ലാത്തിൽ നിന്നും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് സംശീകരിക്കാൻ ശ്രമിക്കുന്നു. നൗ ദ പ്രോബ്ലം ഇസ് ദാറ്റ് he doesn't have a structured, like a picture of fundamental rights, reasonable restrictions, articles, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊവിഷൻസ്. ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ് അയാൾ. റാൻഡം ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കുറേ ഡേറ്റ ശേഖരിച്ചു. നൗ ഇത് എങ്ങനെ, കാരണം അയാൾ റിവിഷനിൽ ഫോക്കസ്ഡ് അല്ല, ഒരുപാട് പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതേസമയം വളരെ കാമൻ കമ്പോസ്ഡ് മൈൻഡായിട്ട് ഹൈലി ഡിസിപ്ലിനോട് കൂടി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റെഗുലർ ഇന്റർവെൽസിൽ റിവൈസ് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്ലിയർ ചെയ്യുന്നു. അപ്പം ഫോർ മീ, ഐ ബിലീവ് ഡിസിപ്ലിൻ മാറ്റേഴ്സ് മോർ ദാൻ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ഇൻ പ്രിപ്പറേഷൻ, that matters more than the so-called intelligence. So, why do many intelligent students repeatedly fail UPSC? Again, ഇന്റലിജൻസ് ഒരു ആധാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ മീൻ നമ്മൾ ഇന്റലിജൻസിന്റെ നിർവചനം എന്താണ് എന്നുള്ളതാണ് കൺഫ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ ഇന്റലിജൻസ് എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഇവിടെ പ്രായോഗികമല്ല. നമ്മുടെ UPSC പ്രിപ്പറേഷനിൽ അത് പ്രായോഗികമല്ല. അഗെയിൻ അവിടെ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ഇതാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇന്റലിജൻസ് അല്ലെങ്കിൽ ദ സോ കോൾഡ് ഹൈലി ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്ക് ഒരുപാട് മെമ്മറൈസ് ചെയ്യാൻ പവർ ഉള്ളവരാണ്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്കറിയാം, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ക്വിക്കായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നു. ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ അത് ഇവിടെ നമുക്ക് വില പോവില്ല. ആക്ച്വലി നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, ഒത്തിരി വായിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു സിലബസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഫാക്ച്വലി നമ്മൾ മെമ്മറൈസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി കോൺസെപ്ച്വലി അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ഡിമാൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് നമുക്ക് മെമ്മറൈസേഷനേക്കാൾ കൂടുതൽ ആവശ്യം. പിന്നെ ഒരു പ്രായോഗിക ബുദ്ധി ഉണ്ടാവണം, ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള അറിവുണ്ടാവണം. അപ്പം തീർച്ചയായിട്ടും വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ വായിച്ചുകൊണ്ടിരിക്കുന്നതോ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അങ്ങനത്തെ ഇന്റലിജൻസ് അല്ല ഇവിടെ വേണ്ടത്. നമ്മൾ പഠിച്ച കാര്യങ്ങളെ പ്രായോഗികമാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് പേഷ്യൻസ് വേണം. അതിന് നമുക്ക് ചിലപ്പോൾ നമ്മൾ എഴുതാം, നമുക്ക് തെറ്റിപ്പോകാം. അതിന് നമുക്ക് എന്താ പറയുക, വി മസ്റ്റ് മേക്ക് അവർ സെൽസ് ട്രെയിൻഡ് ദാറ്റ് ഇത് ഒരുപാട് തവണ എഴുതി തെറ്റിച്ച്, അല്ലെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് എന്താ പറയുക കറക്ഷൻസ് കൊണ്ടുവന്ന് നന്നാക്കി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഇതെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് നമ്മുടെ മൈൻഡിലുള്ള പിക്ചറിലുള്ള ഇന്റലിജന്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന്റെ ഒരു പ്രശ്നം മേ ബി ചിലപ്പോൾ അവർക്ക് അവരുടെ തെറ്റിപ്പോയി എന്ന് പറയുന്ന ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവർ സോക്കോൾഡ് എന്താ പറയുക A+ തന്നെ വാങ്ങി വന്ന കുട്ടികളായിരിക്കും. മാർക്ക് കുറയുന്നതോ, അല്ലെങ്കിൽ ഇവൻ ഒരു ആൻസർ എഴുതിയിട്ട് അതിൽ മാർക്ക് കുറഞ്ഞാലോ, അല്ലെങ്കിൽ അതിനൊരു ഫീഡ്ബാക്ക്, ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് തന്നാലോ ഉൾക്കൊള്ളാൻ മടിയുള്ള മനസ്സാണെങ്കിൽ ഒരുപക്ഷെ രണ്ടാമത് നമ്മൾ ആൻസർ എഴുതാൻ മടിക്കും, രണ്ടാമതായി എക്സാം എഴുതാൻ മടിക്കും,
അല്ലെങ്കിൽ നമ്മുടെ ബ്രില്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസിനെ കവച്ചു വെക്കുന്ന സംഭവങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ആ സംഭവങ്ങൾ ഇവിടെ വില പോകത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിസിപ്ലിൻ വേണം, കൺസിസ്റ്റൻസി വേണം, റിവിഷൻ വേണം. പഠിച്ചതിനെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതി, എന്താ പറയാ, നമ്മുടെ നമ്മുടെ കറക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനസാന്നിധ്യം വേണം. അപ്പം ഐ ബിലീവ്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വായിച്ച് പഠിച്ചു പോകുന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഒത്തിരി അറിയാം എന്നൊരു മൈൻഡ് സെറ്റിനേക്കാൾ ഉപരി ഈ സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയും അതെനിക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡിലേക്കും നമ്മൾ എത്തണം. എന്ന് വെച്ചാൽ യു മസ്റ്റ് നോ ദ ടെക്നിക്കൽ നോ ഹൗസ്, അല്ലെങ്കിൽ ടെക്നിക്കലി എങ്ങനെ അപ്രോച്ച് ചെയ്യാം. മറ്റൊരു സൈഡിൽ ഇമോഷനും കൂടി ചാലിച്ചായിരിക്കണം നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റേണ്ടത്. ഇൻഫാക്ട് നമുക്കും ആ ഒരു ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവണം, തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. Sir, is memorization important or overrated in UPSC? മെമ്മറൈസേഷൻ ഞാൻ അഗൈൻ പറയുന്നു, ഇറ്റ്സ് മെമ്മറൈസേഷൻ ഇവിടെ അങ്ങനെ വലിയൊരു ഘടകമല്ല. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ UPSCന്റെ എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും അറിയാം, മെമ്മറൈസ് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ നന്നേ ചുരുക്കമാണ്. ഐ മീൻ, തന്നെയല്ല, നമുക്ക് എത്രത്തോളം മെമ്മറൈസ് ചെയ്യാൻ പറ്റും, ഇതിന് നല്ല വലിയൊരു സിലബസ് ഉണ്ട്. മെമ്മറൈസ് ചെയ്ത് എഴുതുക എന്നതിനേക്കാൾ ഉപരി കഥ മനസ്സിലാക്കുക എന്നുള്ളതാണ് UPSC നമ്മളോട് ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നതും. ബിൽഡപ്പ് ദ ക്ലാരിറ്റി, ഹാവ് എ ക്ലാരിറ്റി, യുനോ. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും കണക്ട് ചെയ്ത് വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു സംഭവം നമ്മൾ ഇന്റലിജന്റ് സ്റ്റുഡന്റിന്റെ ക്വാളിറ്റി ആയിട്ട് മെമ്മറി പവറിനെയാണ് കാണുന്നുണ്ടെങ്കിൽ അയാൾ ഒരുപാട് ഫിലോസഫിക്കൽ ഇൻട്രൊഡക്ഷൻസ് കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എഴുതാൻ തന്നെ അദ്ദേഹം മേ ബി ഒരു 5, 6, 7 ലെയർ ഓഫ് ഫിലോസഫിക്കൽ ഇൻട്രൊഡക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അയാള് പ്ലേറ്റോന്റെ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു റിപ്പബ്ലിക് തൊട്ട് അല്ലെങ്കിൽ ഒരു കാന്റിന്റെ ഒരു ഇമ്പറിക്കൽ അല്ലെങ്കിൽ ഒരു കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് തൊട്ട് അദ്ദേഹം ഒരുപാട് ഫിലോസഫീസ് കാണാപ്പാഠം പഠിച്ചതെല്ലാം എഴുതി വെക്കാനായിട്ട് ശ്രമിക്കും. ഒരു ഇൻട്രൊഡക്ഷൻ, വലിയൊരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ആൻസർ എഴുതിയിട്ട് വെദർ യു ഹിറ്റ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നോ എന്നായിരിക്കും ആൻസർ. നേരെ മറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാത്ത ഒരു കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ അയാൾക്ക് വേണ്ടത് മാത്രം അയാൾ എടുക്കുന്നു. അയാളുടെ കയ്യിൽ ഒരുപാട് സാധനം സ്റ്റോക്കില്ല, അയാൾ ഒത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. അയാൾക്ക് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ് കൃത്യമായിട്ട് അയാൾക്ക് ആ ഡെഫിനേഷൻ അറിയാം, കൃത്യമായിട്ട് അത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഹൗ ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അവർ ലൈക്ക് ഗവൺമെന്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ കറണ്ട് ഗവേണിംഗ് ദീസ് ഡെമോക്രാറ്റിക് സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവാം, അയാൾ കൃത്യമായിട്ട് അത് എഴുതി വെക്കുന്നു. മറ്റൊരാൾ കുറേ അയാൾ പഠിച്ചു വെച്ചതെല്ലാം ഇങ്ങനെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ എല്ലാം എഴുതി വെക്കാൻ ശ്രമിക്കും. അപ്പം ഓവർ തിങ്ക് ചെയ്ത് അത് കുളമാക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മെമ്മറൈസേഷൻ. ഒരുപാട് മെമ്മറൈസ് ചെയ്ത് കാട് കയറി ഒരുപാട് റാൻഡം കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെച്ച് ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഒക്കെ വേസ്റ്റ് ആണല്ലോ. അപ്പോൾ വേണ്ടത് മാത്രം മതി. ഇറ്റ്സ് മോർ ദാൻ മെമ്മറൈസേഷൻ. ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന മണി ആൻഡ് ബാങ്കിങ് പഠിക്കുമ്പോഴും, GDP പഠിക്കുമ്പോഴും, സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുമ്പോഴും ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കും. എന്താണ് അത് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കും. ദാറ്റ്സ് ഇറ്റ്. Sir, does UPSC favor humanities students more than science students? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരുപാട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ് ക്രാക്ക് ചെയ്യുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ക്രാക്ക് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു മിഡിൽ പാത്താണ്. ഈ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് ഒരു ആസ്പിറന്റിന് ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ടെക്നിക്കലി ഈ പറഞ്ഞ സംഭവങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും എങ്ങനെ എഴുതണം എന്നും അറിഞ്ഞിരിക്കണം. അതേസമയം ഇമോഷണലി എങ്ങനെ കണക്റ്റഡ് ആവണം എന്നും അറിഞ്ഞിരിക്കണം. ഈ രണ്ടിൻ്റെയും ഒരു സിന്തസിസ് ആണ് ശരിക്കും നമ്മുടെ ബെസ്റ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. So what are the ignored skills in UPSC which demands? ഇഗ്നോർഡ് സ്കിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗെയിൻ ഞാൻ പറയുന്നു, ഐ തിങ്ക് ഇറ്റ് ഈസ് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ. ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു എലമെന്റ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രിലിംസിന്റെ പേപ്പർ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രിലിംസിൽ GS1 അല്ലെങ്കിൽ CSAT ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്തു,
നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ടോട്ടലി നമ്മൾ ഒരു വർഷം പഠിച്ചതിന്റെ എവിടെ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല. ടോട്ടലി എന്താ പറയാ, അൺനോൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സ്ട്രേഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതർ പ്ലാനറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ശരിക്കും ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടി പെട്ടെന്ന് പാനിക് ആവും. അയാൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ശ്രമകരമായിട്ടൊരു അയാൾ എഫേർട്ട് ഇടുകയാണ്. ഓക്കെ, 5 തെറ്റിപ്പോയി, അല്ല 5 അറിയത്തില്ല, 6 എങ്ങനെയും ശരിയാക്കണം, അല്ല 7 അറിയത്തില്ല, 8, 9, 10 എങ്ങനെയും ശരിയാക്കണം. അങ്ങനെ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷനിൽ അയാൾ ആ ഒരു എന്താ പറയാ ഗഡബഡിയിൽ ആൻസർ തെറ്റിക്കുന്നു. പിന്നെ ഈ ഒരു തോട്ട് അയാളെ ഹോണ്ട് ചെയ്യുന്നു. ത്രൂ ഔട്ട് അയാൾ ആൻസേഴ്സ് തെറ്റിക്കുന്നു. അയാളുടെ ഫുൾ കൺട്രോൾ പോയി കഴിയുന്നു. മനസ്സ് എന്താ പറയാ അയാളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. ഒരുപാട് ഫിയർ ഫാക്ടേഴ്സ് കയറി വരുന്നു. അല്ലെങ്കിൽ ഇത് തോറ്റു കഴിഞ്ഞാൽ എന്താവും എന്നതിനെ കുറിച്ചുള്ള ചിന്ത വരുന്നു. അറിയാവുന്ന ക്വസ്റ്റ്യൻസും അയാൾ തെറ്റിക്കുന്നു. അപ്പൊ അതിന്റെയും കൂടി പ്രഷർ ഷൂട്ട് ചെയ്യുന്നു. മുഴുവൻ പേപ്പർ കൊളാക്കുന്നു. ഇനി ഈ ഫിയറിൽ അയാൾ സിസാറ്റ് അപ്പിയർ ചെയ്യാൻ പോകുന്നു. ആ ടെൻഷനിൽ അറിയാവുന്ന സിസാറ്റും തെറ്റിക്കുന്നു. നേരെ മറിച്ച് ഇമോഷണലി നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ കാം ആൻഡ് കമ്പോസ്ഡ് മൈൻഡ് ഉള്ള ഒരാൾ എന്തെന്ന് വെച്ചാൽ അയാൾക്ക് ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസ് അറിയത്തുള്ളൂ, 50 ക്വസ്റ്റ്യൻസ് അറിയത്തില്ല. പക്ഷെ ഈ അറിയാവുന്ന 50 ക്വസ്റ്റ്യൻസ് വെച്ച് അയാൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ മനസാന്നിധ്യം അല്ലെങ്കിൽ എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ അങ്ങനെയുള്ള ക്വാളിറ്റീസ്, ഐ തിങ്ക് ദറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇഗ്നോർഡ് സ്കിൽ എവരി ആസ്പിറന്റ് ഷുഡ് ഹാവ്. So why do many aspirants know everything but fail to crack UPSC? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് ആണ്. നോയിങ് എവറിത്തിങ് ഡസന്റ് മീൻ ദാറ്റ് യു ആർ എലിജിബിൾ ഫോർ UPSC. ഇറ്റ്സ് എല്ലാം അറിഞ്ഞിരിക്കുക എന്നതിനേക്കാൾ ഉപരി അറിഞ്ഞിരിക്കുന്നതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുത. ഇപ്പൊ നമ്മൾ എത്രയോ കാര്യങ്ങൾ, കാരണം ഇതൊരു തെറ്റിദ്ധാരണയാണ്. UPSC ആസ്പിറന്റ് ആണ്, IAS ആസ്പിറന്റ് ആണെങ്കിൽ ഹി ഓർ ഷീ മസ്റ്റ് ലേൺ എവറിത്തിങ് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. നമുക്കറിയാലോ, ഒരു സിലബസ് ഉണ്ടെങ്കിൽ ഒരു 90% ക്വസ്റ്റ്യൻസും ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. സിലബസിലുള്ളത് അത് പ്രയോറിറ്റി ഏരിയാസ് മസ്റ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം, അതിനെ അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ആപ്ലിക്കേഷൻ ലെവലിൽ കുട്ടികൾ ഫെയിൽ ആവുന്നതാണ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ പിന്നോട്ട് തള്ളുന്നത്. കാരണം അവരെല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നു, ഒരുപാട് വായിക്കാൻ ശ്രമിക്കുന്നു, ഒത്തിരി റെഫർ ചെയ്യാൻ ശ്രമിക്കുന്നു, റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. നൗ ഈ പഠിച്ച സംഭവത്തെ എക്സിക്യൂട്ട് ചെയ്യാനാവുന്നില്ല. ഇപ്പൊ മെയിൻസിലേക്ക് വരുമ്പോഴും നമുക്കറിയാം, മെയിൻസിൽ ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മളൊരു 6-7 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം. 15 മാർക്സ് 10-11 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം. നൗ ദ പ്രോബ്ലം ഇസ് ദാറ്റ് അങ്ങനത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് 10 മാർക്സിന്റെയും 10-15 മാർക്സിന്റെയും ക്വസ്റ്റ്യൻസ് GS 1, 2, 3 കാണാൻ പറ്റും. GS 4 വരുമ്പോൾ അവിടെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. അപ്പം ശരിക്കും ഈ പ്രാക്ടീസിന് പ്രാധാന്യം കൊടുക്കാത്ത കുട്ടികൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ പതറിപ്പോകുന്നു. അപ്പം എല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കുക, അതിനെ അപ്ലൈ ചെയ്യാനും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്. Sir, if not intelligence, what cracks UPSC? ഇന്റലിജൻസ് എന്നത് ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഇറ്റ്സ് എ കോമ്പിനേഷൻ, എ ടോട്ടൽ പാക്കേജ് ഓഫ് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, യുവർ ഇമോഷണൽ കൺട്രോൾ ആൻഡ് യുവർ റെസ്പെക്ട് ഫോർ ദ സിലബസ്. ഈ എലമെന്റ്സ് കൂടി ചേരുന്നതിനെയാണ് ഞാൻ ഇന്റലിജൻസ് എന്ന് പറയുക. കാരണം എല്ലാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ടക്കടക്കെ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ ഒന്നിന്റെ ബാക്കേ ഒന്നായിട്ട് നിങ്ങൾ എല്ലാ ആൻസേഴ്സും പറയണമെന്ന് നിർബന്ധമില്ല. ഈവൻ പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോലും ഇല്ല. നേരെ മറിച്ച് നിങ്ങൾക്കൊരു സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ, റിപ്പീറ്റഡ് റിവിഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 10 ദിവസം നിങ്ങൾ 24 മണിക്കൂറിൽ 20 മണിക്കൂർ കണ്ടിന്യൂസ്ലി പഠിച്ചിട്ട് അടുത്ത 6 മാസം നിങ്ങൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ പോകുന്നതല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അതല്ല ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ദിവസം കൊടുക്കുന്നത് 4 മണിക്കൂറാണെങ്കിൽ അത് ഈ ഒരു എക്സാമിന്റെ എൻഡ് സ്റ്റേജ് വരെ, അത് പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ, 1.5 വർഷം വളരെ കൂളായിട്ട് ഇതേ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇതേ ഡിസിപ്ലിന്റെ ട്രാക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുകയും സിലബസിനെ ബഹുമാനിച്ച് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയും വേണം. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാവണം. പ്രയോറിറ്റി ഏതാണ്, നോൺ പ്രയോറിറ്റി ഏരിയാസ് ഏതാണെന്ന് കൃത്യമായിട്ടൊരു തിരിച്ചറിവ് ഉണ്ടാവണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾവേസ് സ്റ്റേ കാം ആൻഡ് കമ്പോസ്ഡ്.
അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ കുറേ കൂടി റിസപ്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള ഒരു മൈൻഡ് സെറ്റിനായിരിക്കും ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. Thank you, sir. It was very informative and thought-provoking. താങ്ക് യു സോ മച്ച്. Gallant IAS, chasing your passion to ace.